വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ന് അതുപോലെയുള്ള ഒരു ചക്കയാണ് നമ്മൾ പറിക്കുന്നത്. ആകാശമുട്ടയുള്ള ചക്കയൊക്കെ പറിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മിക്കവാറും ആൾക്കാർക്ക് ചക്കക്കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ല മടിയുള്ളത്. ഇന്ന് ഒരു ഇടിച്ചക്ക വെച്ചുള്ള ഒരു മസാലക്കറിയാണ് തയ്യാറാക്കുന്നത്. ചക്ക കഷ്ണങ്ങളാക്കി മുറിക്കണം, മുള്ളും പോക്കണം. അതിൻ്റെ പശയൊക്കെ കത്തിയിലൊക്കെ ആകുന്നത് കൊണ്ട് ഒരു ചകിരി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അധികം പശയൊന്നും കത്തിയിലൊന്നും ആകില്ല. മുള്ള് മുറിച്ചെടുക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഞാനൊരു ഈസി ടിപ്പ് പറഞ്ഞുതരാം. ഈ ചക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് 3 വിസിൽ വെച്ച് വേവിക്കുക. വെന്തതിന് ശേഷം ഇതിൻ്റെ മുള്ള് നീക്കിയാൽ മതി. അതൊരു ഈസി ടിപ്പാണ്. ഞാനിപ്പോൾ മുള്ളൊക്കെ നീക്കിയതിന് ശേഷമാണ് കുക്കറിലിട്ട് വേവിക്കുന്നത്. ഞാനൊരു ഈസി ടിപ്പ് പറഞ്ഞു എന്നേ ഉള്ളൂ. പച്ച ചക്കേൻ്റെ മുള്ള് പോക്കാൻ നല്ല സമയം വേണ്ടിവരും. നമുക്ക് നല്ല മടുപ്പും തോന്നും. വെന്തതിന് ശേഷം മുള്ള് പോക്കുമ്പോൾ ടൈം നല്ലോണം ലാഭിക്കുകയും ചെയ്യാം. കത്തിയിലും കയ്യിലൊക്കെ വെളിഞ്ഞറാകുന്നത് അങ്ങനെ ഉണ്ടാകുകയും ചെയ്യില്ല. കത്തിയിൽ വെളിഞ്ഞറായി കഴിഞ്ഞാൽ അത് തീയിൽ കുറച്ച് സമയം പിടിച്ച് നിന്നതിന് ശേഷം മാറ്റിയാൽ കത്തിയിലെ വെളിഞ്ഞറൊക്കെ നല്ല രീതിയിൽ നീക്കം ചെയ്യാനും പറ്റും. പിന്നെ നമ്മളെ കൈമലൊക്കെ വെളിഞ്ഞറായാൽ അത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നീക്കം ചെയ്യാനും സാധിക്കും. ചക്ക കുഞ്ഞി കഷ്ണങ്ങളാക്കി മുറിച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം കഴുകി വൃത്തിയാക്കണം. ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് നമ്മളെ കിണറ്റിലെ വെള്ളമൊക്കെ ചെറിയ രീതിയിൽ കലക്കമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വൃത്തികേടായിട്ട് തോന്നുന്നത്. ഇനി അടുത്തത് ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വൃത്തിയാക്കിയ ചക്കയും അതിൻ്റെ കൂടെ വലിയ ഉള്ളി നീളത്തിലരിഞ്ഞതും തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർക്കണം. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ 3-4 വെളുത്തുള്ളിയും അല്പം മഞ്ഞളും കട്ട ഉപ്പും ചേർക്കണം. പിന്നെ മസാലക്കറി ആയതുകൊണ്ട് മല്ലിപ്പൊടി കൂടി ചേർക്കണം. പച്ച മല്ലിപ്പൊടി ചേർത്താൽ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാകില്ല. അതുകൊണ്ട് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഇതൊക്കെ ചേർത്തതിന് ശേഷം വേണ്ടത്ര വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. എരിവ് നല്ലോണം വേണ്ട ആൾക്കാർക്ക് ഇതിൻ്റെ കൂടെ മുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. മഞ്ഞൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ മഞ്ഞൾപ്പൊടിയാണ് ഇടേണ്ടത്. ചക്ക വേവിക്കുന്ന സമയത്ത് 1/2 കപ്പ് പരിപ്പ് കൂടി ഈ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. 1/2 കപ്പ് തേങ്ങാപ്പാലും അല്പം പുളിവെള്ളവും ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമാണ്. കുക്കർ 3 വിസിൽ വന്നതിന് ശേഷം ഓഫാക്കുന്നതാണ് നല്ലത്. ചക്ക വെന്തില്ലെങ്കിൽ കറി അത്ര ടേസ്റ്റ് ഉണ്ടാകില്ല. അതിനുശേഷം ഈ തേങ്ങാപ്പാലും പുളിവെള്ളവുമെല്ലാം ഇതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം കറി നന്നായി ഒന്ന് ഇളക്കണം. ഉപ്പ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അല്പം ഉപ്പും, എരിവ് പോരാത്ത ആൾക്കാർക്ക് ഈ സമയത്ത് കുറച്ച് മുളക് പൊടിയും പിന്നെ കറിക്ക് ബ്രൗൺ കളർ വേണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി മല്ലിപ്പൊടി കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കാവുന്നതാണ്. എല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി നല്ല രീതിയിൽ തിളക്കാൻ വേണ്ടി സമയം കൊടുക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് താളിക്കാവുന്നതാണ്. അതിനു വേണ്ടി അല്പം കടുക് ഇടുക, പിന്നെ അല്പം ഉലുവ ഇടുക, പിന്നെ 2 കായ് ഉണക്കമുളക് ഇടുക, കറിവേപ്പിലയും കൂടി ഇടുക. ഇതെല്ലാം വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് ഒന്ന് നന്നായി കുത്തിയതിന് ശേഷം താളിക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദുള്ള ഒരു ഇടിച്ചക്ക കറിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇന്ന് നമുക്ക് കാമ്പിൻ്റെ തോരനും ഇടിച്ചക്ക കറിയും പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ മാങ്ങ അച്ചാറും ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.